പ്രേക്ഷകർ എന്ത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും അതിനാണ് പ്രയോറിറ്റി. അല്ലാണ്ട് ഞാൻ ഇന്നത് ചെയ്യുള്ളൂ, എനിക്ക് കോമഡിയാണ് ഇഷ്ടം, എനിക്ക് ആക്ട് ചെയ്യാനാണ് ഇഷ്ടം. അത് കോമഡിയാണോ സീരിയസ് ആണോ എന്നൊക്കെ ഉള്ളത് ആ ക്യാരക്ടറിനെ ആശ്രയിച്ചിരിക്കും. സീരിയസ് റോൾ ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, വില്ലൻ റോളുകൾ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട് ഇങ്ങനെ മറ്റു റോളുകളൊന്നും ചെയ്യരുതട്ടാ, ശരിക്കും മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ വില്ലനായിട്ട് നിൽക്കുന്നതാണ് നിങ്ങൾക്ക്. ഞാൻ അത് നിർബന്ധിച്ച് അവിടെ നിന്നാൽ അവർ സമ്മതിക്കണ്ടേ? തന്നെയല്ല അവരും സമ്മതിക്കില്ല. ഇപ്പൊ മമ്മൂക്കെല്ലാലും 2 പടം കഴിയുമ്പോൾ പറയും മാറ്റാൻ പറയും, മമ്മൂക്ക വേണമെന്ന് പറയും. മമ്മൂക്ക ഒരിക്കൽ എൻ്റെ അടുത്ത് പറഞ്ഞു പോക്കിരി രാജ അഭിനയിക്കുന്ന സമയത്ത്. അപ്പോൾ പോക്കിരി രാജയ്ക്ക് മുമ്പൊരു 3-4 സിനിമയായിട്ട് നമുക്ക് വില്ലൻ തന്നെയാണ് ഞാൻ. അത് പ്രജാപതി, പിന്നെ പ്രമാണി, അങ്ങനെ കുറേ പടങ്ങളിലെല്ലാം മമ്മൂക്കയുടെ വില്ലൻ തന്നെയാണ്. പോക്കിരി രാജയുടെ സമയത്ത് മമ്മൂക്ക എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിപ്പോൾ കുറച്ചായിട്ടാ ഞാൻ എന്തെങ്കിലും പ്രേം നസീർ കെ.പി. ഉമ്മർ കളി തുടങ്ങിയിട്ട് കുറച്ച് നാളായി, ഇതിപ്പോൾ നമുക്കൊന്ന് മാറ്റണം. ഞാൻ ഈ പോക്കിരി രാജയുടെ ഡിസ്കഷൻ ടൈമിലേ ഞാൻ അവരോട് പറഞ്ഞാണ് ഒരു ചേഞ്ച് വേണം, മോഹൻലാലിനെ ഇട്ടാൽ മതി, മമ്മൂക്കനെ ഉണ്ടാകുന്നില്ല. ഞാൻ അന്നേ പറഞ്ഞു വരും മമ്മൂക്കാനെ മാറ്റിയിട്ട് മോഹൻലാലിനെ ഇടാൻ പറ്റും. അവര് കേൾക്കുന്നില്ല, അവരിത് മമ്മൂക്കാനെ വേണമെന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മമ്മൂക്കയുടെ വില്ലൻ മോഹൻലാൽ അങ്ങനെ പറ്റില്ല. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ റോളും ചെയ്യുമല്ലോ, അല്ലെങ്കിൽ എല്ലാ റോളും ചെയ്യുന്ന ആളാണല്ലോ ഒന്നും ആൾക്ക് തോന്നുന്നില്ല. അപ്പം മാറ്റി മറിച്ച് ഇങ്ങനെ വരും. നമ്മളല്ല ഓപ്റ്റ് ചെയ്യുന്നത്, ഡയറക്ടേഴ്സും റൈറ്റേഴ്സും പ്രൊഡ്യൂസേഴ്സും ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ലെനയാണ് സിദ്ദീഖയുടെ ഭാര്യയായിട്ട് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. സിദ്ദീഖ മിക്കവാറും പറയും കുറേ ആയി എല്ലാ പടത്തിലും ലെനന്റെ ഭാര്യയായിട്ട് കാസ്റ്റ് ചെയ്യല്ലേ, അങ്ങനെ പറഞ്ഞ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒറ്റ അറിയാൻ പറ്റില്ല. ആക്ച്വലി ഞാൻ എപ്പോഴോ ഇടയിൽ എനിക്കൊരു വെള്ളിമൂങ്ങ കഴിഞ്ഞിട്ട് ഞാൻ മൊയ്തീൻ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ വേഷങ്ങൾ കുറച്ച് നാളത്തേക്ക് ചെയ്യുന്നില്ല, ബിക്കോസ് പിന്നെ വരുന്ന എല്ലാം അമ്മ വേഷങ്ങൾ. നിങ്ങൾ അത് നന്നായി ചെയ്തു. മറ്റേ പഞ്ചാബി ഹൗസിൽ ചോദിക്കുന്നവരെ ആ സിറ്റുവേഷൻ വരുവേ. അപ്പം അതുപോലെ വെള്ളിമൂങ്ങയും കൂടെ കഴിഞ്ഞപ്പോൾ എല്ലാ പടത്തിലും എനിക്ക് വന്ന എല്ലാ പടത്തിലും സിദ്ദീഖയുടെ ഭാര്യയായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു അത് ഇത് സ്റ്റീരിയോ ടൈപ്പ് ആയി പോകുന്നുണ്ടല്ലോ. അപ്പം അത് ആസ് ആൻ ആക്ടർ കോൺഷ്യസ്ലി എടുത്ത ഡിസിഷനാണ്. എനിക്കതിൽ സന്തോഷമുണ്ട്. ബിക്കോസ് ഇപ്പോൾ ഈ എന്നാലും എൻ്റെ അളിയയിൽ ഈ പേരിനെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഇപ്പൊ കുറച്ച് കാലമായി എനിക്ക് തോന്നുന്നു വെള്ളിമൂങ്ങയ്ക്ക് ശേഷം നമ്മൾ പെയറായിട്ട് അഭിനയിച്ചിട്ടില്ല. ഒരുപാട് പടങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു വേറെ ക്യാരക്ടേഴ്സായിട്ട്. പക്ഷെ ഈ പെയറായിട്ട് അഭിനയിക്കില്ല. ആക്ച്വലി നമ്മളത് സ്ഥിരം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഫ്രഷ്നെസ് പോവും ഇല്ലേ. അപ്പൊ കുറെ നാൾക്ക് ശേഷമാണ് ശ്രദ്ധിക്കുന്നത്. അതായത് ഇപ്പൊ കൊച്ചു സന്തോഷത്തിലൊക്കെ പറഞ്ഞപ്പോ ഇങ്ങനെ ശരിയാണല്ലോ കൊറേ പടങ്ങള് തോന്നുള്ളത്. പക്ഷെ നിങ്ങൾ കണ്ട് അങ്ങനെ ഒരു മടുപ്പൊന്നും തോന്നില്ല രണ്ടാള് വരുമ്പോ. അതെ, അങ്ങനെ തന്നെ പറഞ്ഞില്ലേ. പക്ഷെ സീരിയസ്ലി ഈ പടം ഈ എന്നാലും എൻ്റെ അളിയല്